ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് മേൽവശം കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതുപോലെ ഇത് 2 കപ്പ് ഇളം ചൂടുവെള്ളമാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പഞ്ചസാര മെൽട്ടാകുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 കപ്പ് മൈദപ്പൊടി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പഞ്ചസാര ഈസ്റ്റ് ഇട്ട് കലക്കി വെച്ച വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് അടച്ചു വെക്കണം. ഞാനൊരു റേപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കുവാണ്. ഒന്നര മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും മാവ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നേരെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു കേക്ക് ടിന്നിൻ്റെ അകത്തേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ ബ്രെഡിൻ്റെ മോൾഡ് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വലിയ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നത്. ഇത് കുറച്ച് എണ്ണ തടവി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പാത്രത്തിൽ നിന്ന് ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം ഇത്. ഇനി ഒരു സ്പൂൺ വെച്ച് ലെവലാക്കി കൊടുക്കാം. സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കണം. ഇനി ഇത് 15 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് 15 മിനിറ്റ്സിൽ കൂടുതൽ വെക്കാൻ പാടില്ല, ഒരുപാട് പൊങ്ങിപ്പോയത്. ഇനി ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ബ്രെഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കഷ്ണം ബട്ടർ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിടാം. ഇത് നല്ല സോഫ്റ്റ് ബ്രെഡാണ്. മേൽഭാഗം കുറച്ച് ക്രിസ്പായിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം.
ഇത് നോക്ക്, നല്ല സോഫ്റ്റ് ബ്രെഡ്. ഇപ്പോഴും ബ്രെഡിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി നമുക്ക് ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.